Good afternoon, everyone. Welcome to Civils 360 IAS Academy and welcome to today's Hindu newspaper analysis. Before going to the detailed discussion of our newspaper, we are introducing a new program called Prelims Mains Companion. So, this program is an integrated Prelims and Mains test series. In the test series, it included classes, daily answer writing, and everything. മെറ്റീരിയൽസും നിങ്ങൾക്ക് എന്താണോ പഠിക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു, സമ്മറി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു. നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിഗിനർ ആയിക്കോട്ടെ, സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, റിപ്പീറ്റർ ആയിക്കോട്ടെ, ആർക്കാണെങ്കിലും ഒരുപോലെ ഹെൽപ്പ് ആകുന്ന ഒരു പ്രോഗ്രാമാണിത്. സോ ഐ റെക്കമെൻഡ് യു ടു ജോയിൻ ബിക്കോസ് നിങ്ങളുടെ പ്രിലിംസ് ഇപ്പോൾ മെയിൻസ് പ്രിപ്പറേഷൻ വളരെ മോശമായിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും ഇല്ല, ഗൈഡ് ചെയ്യാൻ ആരില്ല, പേഴ്സണലായിട്ടൊരു മെൻറ്ററും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ join this program and മെയിൻസിൻ്റെയും സിലബസ് കവർ ചെയ്ത് ഞങ്ങൾ പ്രിലിംസും പഠിച്ച് യു ക്യാൻ ഒരു നല്ലൊരു അറ്റംപ്റ്റ് 2027 നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ക്വറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദിസ് നമ്പർ. ഓക്കെ, ദെൻ നമ്മൾ ഓരോ പ്രധാനപ്പെട്ട ന്യൂസ് എന്താ നോക്കാം. എഡിറ്റോറിയൽ പേജിലാണ് എ ഗ്രോത്ത് സ്റ്റോറി ദാറ്റ് നീഡ്സ് വുമൺ അറ്റ് വർക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് വളരെ കുറവാണ്. അതിന് പല കാരണങ്ങളുണ്ട്, അതിന് കുറേ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന് ആ ഇംപ്ലിക്കേഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ കുറേ ചലഞ്ചസ് ഉണ്ട് അത് അച്ചീവ് ചെയ്യുന്നതിലും സോൾവ് ചെയ്യുന്നതിലും. സോ വാട്ട് ഇസ് എ വേ ഫോർവേഡ്, അതായത് അങ്ങനൊരു തരത്തിൽ, അതായത് 360 ഡിഗ്രി, അതായത് വുമൺ നേരിടുന്ന ചലഞ്ചസ് എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, അതിൻ്റെ ഒരു 360 ഡിഗ്രി ആംഗിളിൽ കവർ ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇറ്റ്സ് വെരി വെരി ഗുഡ്. ഇന്ത്യാസ് ഫോറിൻ പോളിസി മസ്റ്റ് ലുക്ക് സീവേഡ്. അതായത് നമ്മുടെ സീഫറേഴ്സ്, ഇന്ത്യൻ സീഫറേഴ്സ് ആർ ഫേസിങ് ലോട്ട് ഓഫ് ചലഞ്ചസ്. നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി യുക്രൈൻ റഷ്യ ബോർഡറിൽ ആ ഒരു ഏരിയയിൽ 4 ഇന്ത്യക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് നടക്കുന്നുണ്ട്, ഇറാനും US-ഉം തമ്മിൽ. അവിടെ ഒരുപാട് ഇന്ത്യൻ സീഫറേഴ്സ് ആർ സ്ട്രാൻഡഡ് ആക്ച്വലി, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഹൂതീസ് റെഡ് സീ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. സോ അവിടെയും കുറേ ഇഷ്യൂസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോറിൻ പോളിസി മസ്റ്റ് ബി ഫോക്കസ് ഓൾസോ ഓൺ സീഫറേഴ്സ്. ഓക്കെ, ദെൻ റീസെൻ്റ്ലി ഇന്ത്യ ആദ്യമായിട്ട് ഒരു ഡെങ്കു വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാക്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആ വാക്സിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഇതുപോലെ ഇഞ്ചെക്ട് ചെയ്യുന്നതിലും അല്ലെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു ആ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ നമ്മൾ നേരിടുന്ന ചലഞ്ചസും വേ ഫോർവേഡും കാര്യങ്ങളൊക്കെ പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഓൾറെഡി ഇമ്പോർട്ടൻസും കവർ ചെയ്യുന്നുണ്ട്. ദെൻ US അനൗൺസേഴ്സ് പെർമനൻറ്റ് താരിഫ്, ഇന്ത്യ റിമെയിൻസ് 10%. അതായത് ഫോഴ്സ്ഡ് ലേബർ ഉള്ള സ്ഥലത്ത് നിന്ന്, ഓക്കെ, അതായത് എവിടെയാണോ ഫോഴ്സ്ഡ് ലേബർ എക്സിസ്റ്റ് ചെയ്യുന്നത് അവിടെ നിന്നിട്ട് ആ രാജ്യത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന US-ലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് താരിഫ് ചുമത്തിയിരുന്നു. ട്രംപിൻ്റെ ഒരു പോളിസി ആയിരുന്നു. സോ ഇന്ത്യയിൽ അത് മാറി ഒരു 150 days ആയിരുന്നു, ഏകദേശം 150 or 120 days ആയിരുന്നു ഒരു ഇനീഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇത്രയും താരിഫ് ചുമത്തും, അതിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ ഫോഴ്സ്ഡ് ലേബറൊക്കെ മാറ്റണം എന്നൊരു കണ്ടീഷൻ ട്രംപ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ മാറി ഇന്ത്യ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ താരിഫ് 10% ആയിട്ട് തന്നെ പെർമനൻ്റ് ആക്കി. പക്ഷേ മറ്റു രാജ്യങ്ങൾ പറഞ്ഞ ഫോഴ്സ്ഡ് ലേബർ എക്സിസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ ഇപ്പോഴും ഒരുപാട് താരിഫ് ചുമത്തുന്നുണ്ട്. ഇറ്റ്സ് ന്യൂസ്. ദെൻ ഫസ്റ്റ് ന്യൂസ്, ഓക്കെ, ഇന്ത്യ എയിംസ് ടു ബിക്കം എ ഡെവലപ്ഡ് നേഷൻ അഥവാ വികസിത് ഭാരത് ബൈ 2047. നമ്മൾ 2047 ആകുമ്പോഴേക്കും വികസിത് ഭാരത് അഥവാ ഡെവലപ്ഡ് നേഷൻ ആകണമെന്ന് നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ബട്ട് സർട്ടൻ ചലഞ്ചസ് ആർ എക്സിസ്റ്റിംഗ് ഇൻ ഇറ്റ്സ് വേ ഫോർവേഡ്, അല്ലെങ്കിൽ അതിൻ്റെ പോകുന്ന വഴി ആ പാത്തിൽ നമ്മൾ ഒരുപാട് ചലഞ്ചസ് തരുന്നുണ്ട്. ഫസ്റ്റ് തിങ് ഈസ് റൈസിങ് യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മുടെ യൂത്തിന് ജോലിയില്ല, അൺഎംപ്ലോയ്മെൻറ്റ്. ദെൻ ലോ ഫീമെയിൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, സ്ത്രീകൾ ജോലിയിൽ ഏർപ്പെടുന്നതിൽ കുറവാണ്. വീക്ക് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഡിസ്പൈറ്റ് എക്കണോമിക് ഗ്രോത്ത്. നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, അതായത് നല്ല രീതിയിൽ GDP കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഓക്കെ, ഇത്തരം ചലഞ്ചസ് ഉണ്ട് നമുക്ക്. പക്ഷേ നമുക്ക് 2047 ആകുമ്പോഴത്തേനും വികസിത് ഭാരത് അച്ചീവ് ചെയ്യണം. സോ വി നീഡ് ടു അഡ്രസ് ദീസ് ചലഞ്ചസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ന്യൂസ് നോക്കാം. എംപ്ലോയ്മെൻറ്റ് ക്രൈസിസ് ഇൻ ഇന്ത്യ, നമുക്കത് നോക്കാം. ദ യൂത്ത് എംപ്ലോയ്മെൻറ്റ് ഹാസ് ഇൻക്രീസ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി കമ്പയർഡ് ടു ദ 2012 ലെവൽസ്. 2012 സംബന്ധിച്ച് നോക്കുമ്പോൾ യൂത്ത് എംപ്ലോയ്മെൻറ്റ് ഇപ്പോൾ വളരെ കൂടുതലാണ്.
ഇപ്പം എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് നമുക്ക്, ലൈക്ക് അതായത് GDP കൂടിയിട്ടുണ്ട്. പല മേഖലകളിലും നമ്മൾ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നല്ല രീതിയിലുണ്ടെങ്കിലും അതിനനുസരിച്ച് ജോബ് ക്രിയേറ്റ് ആയിട്ടില്ല. ഇന്ത്യ ഹാസ് എക്സ്പീരിയൻസ്ഡ് റൈസ് ഇൻ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റിൽ കൂടിയിട്ടുണ്ട്. ബട്ട് ഡിക്ലൈൻ ഇൻ മാനുഫാക്ചറിങ് എംപ്ലോയ്മെന്റ് ഷെയർ. മാനുഫാക്ചറിങ് മേഖലയിൽ നോക്കുമ്പോൾ എംപ്ലോയ്മെന്റിന്റെ ഷെയർ വളരെ കുറവാണ്. ദെൻ സ്ലോ ഗ്രോത്ത് ഫോർ നോൺ ഫാം ജോബ്സ്. അതായത് ഈ ഒരു മേഖലയിൽ നോക്കുമ്പോൾ നോൺ ഫാം ജോബ്സ്, ഫാം അല്ലാത്ത മേഖലയിലാണെങ്കിൽ സ്ലോ ഗ്രോത്തുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഗ്രോത്ത്. എന്തുകൊണ്ടാണ് ഇതുപോലെ ഇന്ത്യ റീസെൻ്റ്ലി ഇതുപോലെ കുറേ അൺഎംപ്ലോയ്മെൻറ്റും അല്ലെങ്കിൽ ഗ്രോത്തിന് കുറേ ചലഞ്ചസ് ഒക്കെ നേരിടുന്നത് വെച്ച് കഴിഞ്ഞാൽ വി എക്സ്പീരിയൻസ്ഡ് സം എക്കണോമിക് ഷോക്സ് ലൈക്ക് ഡിമോണിറ്റൈസേഷൻ 2016. നമുക്ക് അതൊരു വല്ലാത്തൊരു എക്കണോമിക് ഷോക്കായിരുന്നു നമുക്ക് ഡിമോണിറ്റൈസേഷൻ ചെയ്തപ്പോൾ. അതുപോലെ തന്നെ GST ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ പുവർ ഇംപ്ലിമെൻറ്റേഷൻ ആയിരുന്നു. പിന്നെ NBFC ക്രൈസിസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ ക്രൈസിസ് നടന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കോവിഡും വന്നു. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ ആയപ്പോൾ ഇന്ത്യയുടെ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇതൊക്കെ ഈ ഒരു മേഖലയിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദീസ് ഷോക്സ് റിഡ്യൂസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽ. ഇന്ത്യ ഇത്തരം എക്കണോമിക് ഷോക്സ് ഉണ്ടായപ്പോൾ എന്തായിരുന്നു, അല്ലെങ്കിൽ പാൻഡമിക് ഒക്കെ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു, ഡിമാൻഡ് കുറഞ്ഞു, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷനും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഇപ്പോൾ നിലവിലുണ്ടെന്നുണ്ടെങ്കിലും ബിക്കോസ് ഓഫ് ദീസ് ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് കാരണം ഇപ്പോഴും നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ നേരിടുന്നുണ്ട്. വുമൺ ആസ് എൻ എൻജിൻ ഓഫ് എക്കണോമിക് ഗ്രോത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. A 10% point increase in female labor force participation rate would potentially increase the GDP growth by 2%. 10% നമുക്ക് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ, അതായത് ഫീമെയിൽസ് ലേബർ ഫോഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 10% കൂടിക്കഴിഞ്ഞാൽ നമുക്ക് 2% GDP കൂട്ടാം. സോ 2% ചില്ലറല്ല, ഓക്കെ, 2% GDP നമുക്ക് കൂട്ടാൻ പറ്റും. സോ വുമൺ ആസ് എ എൻജിൻ ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയും. ആ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂട്ടിയാൽ മതി. സോ ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നുണ്ട്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് വുമൺ എംപ്ലോയ്മെന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് എക്കണോമിക് ബെനിഫിറ്റ്സ് ആണ്. ലൈക്ക് ലേബർ സപ്ലൈ കൂട്ടും, ഹൗസ് ഹോൾഡ് ഇൻകം കൂട്ടും. ഇപ്പോൾ പുരുഷന്മാർ മാത്രമല്ല ജോലിക്ക് പോകുന്നത്, സ്ത്രീകളും ജോലിക്ക് പോകുമ്പോൾ ഹൗസ് ഹോൾഡ് ഇൻകം കൂടുന്നു, ഇൻകം റിസംപ്ഷൻ ആൻഡ് സേവിങ്സ് കൂടുന്നു, പ്രൊഡക്ടിവിറ്റി കൂടുന്നു. ദെൻ സോഷ്യൽ ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾ ജോലിക്ക് പോകുമ്പോൾ അവരുടെ കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ വരുന്നു. സോ അതുകൊണ്ട് തന്നെ നല്ല ഫുഡുകൾ വാങ്ങി അവർക്ക് കഴിക്കാൻ പറ്റുന്നു. മീൻസ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉറപ്പുവരുത്താൻ കഴിക്കാൻ പറ്റും. സോ ന്യൂട്രീഷൻ ഹെൽത്ത് കൂടുന്നു, ഹെൽത്ത് കെയർ ഫോർ ചിൽഡ്രൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിലും ഒരു ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു കുറേ നാൾക്ക് മുന്നേ. വുമണിൻ്റെ കയ്യിൽ ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ഫോർ ദ ന്യൂട്രീഷൻ ഓഫ് ദാറ്റ് ഹെർ ചൈൽഡ് എന്ന് പറയും. അതായത് ആ ചൈൽഡിൻ്റെ ന്യൂട്രീഷൻ മേഖലയിൽ അല്ലെങ്കിൽ പോഷകാഹാരങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ പൈസ കൂടുതലും ചിലവാക്കാറുണ്ട്. സോ നമുക്ക് അണ്ടർ ന്യൂട്രീഷനൊക്കെ കുറയ്ക്കാൻ പറ്റും വുമൺ എംപ്ലോയ്മെൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ. ഇന്നൊരു ഡാറ്റ ഓൾറെഡി പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരും, അതുപോലെ ഇംപ്രൂവ്ഡ് ഹ്യൂമൻ ക്യാപിറ്റൽ വരും. ദെൻ വുമൺ എംപ്ലോയ്മെൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ വർക്ക് പ്ലേസ് ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇന്നൊവേഷൻ, എഫിഷ്യൻസി, ഡിസിഷൻ മേക്കിംഗ് ഈ മേഖലകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടാൻ തുടങ്ങും. സോ ദാറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ എന്നാണ് പറയുന്നത്. എക്കണോമിക് ഗ്രോത്തിന് വുമൺ എംപ്ലോയ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സ്റ്റാറ്റസ് ഓഫ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ബിലോ 30%, ജസ്റ്റ് ബിലോ ദ 30%. സോ വളരെ കുറവാണ്. ദെൻ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു 1983-നും 2018 കാലഘട്ടങ്ങളിലാണെങ്കിൽ ഈ വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കുറയുകയാണ് ചെയ്തത്. സോ വൈ വി ഹാവ് ലോ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ? ദ ഫസ്റ്റ് തിങ്, ലാക്ക് ഓഫ് സ്യൂട്ടബിൾ ജോബ്സ്. ഇപ്പം പുരുഷന്മാർക്ക് പറ്റുന്ന എല്ലാ ജോലിയും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ചില കാര്യങ്ങളിൽ, ചില ഇഷ്യൂസിൽ ഞാൻ ജെൻഡർ ബേസ്ഡ് പറയുന്നതല്ല, മേ ബി അതൊരു നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ ബയോളജിക്കലി നമ്മൾ വ്യത്യാസമുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ജോലിയും എല്ലാവർക്കും ചില സമയത്ത് ഈക്വലായിട്ട് ചെയ്യാൻ പറ്റില്ല, എങ്കിലും ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. പക്ഷേ ആർട്ടിക്കിൾ പറയുന്നത് അതുകൊണ്ട് എനിക്കത് പറയണം. ഓക്കെ, ദെൻ സോഷ്യൽ നോംസ് റെസ്ട്രിക്റ്റിംഗ് വുമൺ മൊബിലിറ്റി. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കെതിരെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സ്ത്രീകൾ വീടിനകത്തിരിക്കേണ്ട ആൾക്കാരാണ്, ജോലിക്ക് പോകണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ഒരു പാട്രിക്കൽ മൈൻഡ് സെറ്റ് ഇപ്പോഴും ഉണ്ട്.
ദെൻ ലാക്ക് ഓഫ് ചൈൽഡ് കെയർ ഫെസിലിറ്റീസ്. ഇപ്പോൾ കുട്ടികളെ നോക്കുന്നത് ഇപ്പം മെയിനായിട്ടും എന്താ പറയുക, അമ്മമാരായിരിക്കും ഒരു പരിധി വരെ. അപ്പോൾ അമ്മമാർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളെ നോക്കാൻ ആരുമില്ല. സോ ചൈൽഡ് കെയർ ഫെസിലിറ്റീസ് കുറയ്ക്കും. അപ്പോൾ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ദെൻ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് വളരെ കുറവാണ്. അതായത് ഇപ്പോൾ തമിഴ്നാടൊക്കെ ആക്ച്വലി നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കൂട്ടാൻ കാരണമായിട്ടുള്ളൊരു സംസ്ഥാനമാണ്. കാരണം അവിടെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് ലൈക്ക് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ്, ഇവിടെയൊക്കെ സ്ത്രീകൾക്ക് ഒരുപാട് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് നമുക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു വരുന്നുണ്ട്. ദെൻ ദ യു ഷേപ്ഡ് റിലേഷൻഷിപ്പ് ഓഫ് ഫീമെയിൽ എംപ്ലോയ്മെൻറ്റ് നമുക്ക് നോക്കാം. അതായത് ഇതൊരു വ്യക്തി പറഞ്ഞേക്കുന്നതാണ്, ക്ലൗഡിയ ഗോൾഡിൻ എന്ന് പറയും. അതായത് ഫസ്റ്റ് നമുക്കൊരു യു ഷേപ്പിലാണ് നമുക്കൊരു ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കാണാൻ പറ്റുക ജനറലി. അതിന് സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ പൂർ എക്കണോമീസ് ആണെന്ന് വിചാരിക്കുക. ഒരു രാജ്യം ദാരിദ്ര്യത്തിൽ ഉള്ള സമയത്താണെങ്കിൽ അവിടുത്തെ വുമൺ വർക്ക് മെയിൻലി ഇൻ അഗ്രികൾച്ചർ. ആ ഒരു രാജ്യം ദാരിദ്ര്യത്തിലാണെങ്കിൽ അവിടെ സ്ത്രീകൾ മെയിനായിട്ടും അഗ്രികൾച്ചറിലായിരിക്കും ഇൻവോൾവ് ആയിട്ടുണ്ടാവുക. പിന്നെ ആ രാജ്യം പതിയെ ഇങ്ങനെ ഉയരാൻ തുടങ്ങാമെന്ന് വിചാരിക്കുക, എക്കണോമിക്കലി ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്ന വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും സ്ത്രീകൾ ഈ അഗ്രികൾച്ചറിൽ ജോലി നിർത്തിയിട്ട് ദേ പേഴ്സ്യൂ എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേഷൻ പേഴ്സ്യൂ ചെയ്യണം. തേർഡ്, അപ്പോൾ ഈ അഗ്രികൾച്ചറിൽ ഉണ്ടായിരുന്ന ജോലിക്കാരെല്ലാം അഗ്രികൾച്ചറിലോട്ട് പോകാണ്ട്, സ്ത്രീകൾ അഗ്രികൾച്ചറിലോട്ട് പോകാണ്ട് അവർ എഡ്യൂക്കേഷൻ നേടിയിട്ട് ചെറിയ ചെറിയ ജോലികളിലോട്ട് നേടാൻ ശ്രമിക്കുന്നു. ദെൻ കുറച്ചും കൂടി സ്റ്റേജ് ആയാൽ ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ, ആ രാജ്യം വല്ലാണ്ട് ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ ദ വുമൻ റിട്ടേൺ ടു ദ ഫോർമൽ എംപ്ലോയ്മെൻറ്റ്. ഇവർ ആദ്യം അഗ്രികൾച്ചറിലായിരുന്നു, പിന്നെ അഗ്രികൾച്ചറിന് മുന്നിൽ പഠിക്കാൻ പോയി തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, അതായത് യു ഷേപ്പ് എന്ന് പറയാൻ കാരണം അഗ്രികൾച്ചർ മേഖലയിൽ നോക്കുമ്പോൾ ഒരുപാട് ആ സമയത്ത് പൂറായ സമയത്ത് സ്ത്രീകൾ ഒരുപാട് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു ലേബർ ഫോഴ്സിൽ. പിന്നെ അവർക്ക് എഡ്യൂക്കേഷൻ എത്തിയപ്പോൾ ഒരു എഡ്യൂക്കേഷനിലോട്ട് ഫോക്കസ് ചെയ്ത് ജോലി ചെയ്യുന്നത് കുറഞ്ഞു. ദെൻ കൂടും ജോലി, എങ്ങനെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടും. അവർക്ക് കുറച്ചും കൂടി എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ നല്ല ജോലിയിലോട്ട് അവർ വീണ്ടും വരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു യു ഷേപ്പിലാണ് എന്ത് വുമന്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഒരു പുവർ എക്കണോമിയിൽ നിന്ന് ഒരു ഡെവലപ്ഡ് എക്കണോമിയിലോട്ട് പോകുമ്പോൾ. ഓക്കെ, ദെൻ ഡിസ്ട്രസ് ഡ്രിവൻ ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇന്ത്യയിൽ കോവിഡിന് ശേഷം ആക്ച്വലി നമുക്ക് ഡാറ്റ നോക്കുമ്പോൾ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ, വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ചെറുതായിട്ടൊക്കെ കൂടുന്നത് എവിടെയും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് ആക്ച്വലി അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഡിസ്ട്രസ് ഡ്രിവൻ ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചറാണ്. അതായത് കോവിഡ് സംഭവിച്ചപ്പോൾ എന്താ വെച്ചാൽ റിവേഴ്സ് മൈഗ്രേഷൻ നടന്നു. റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുകയാണെങ്കിൽ സാധാരണ മൈഗ്രേഷൻ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരത്തിലോട്ടായിരിക്കും, അല്ലേ, റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലോട്ട്. പക്ഷേ കോവിഡിൻ്റെ സമയത്ത് റിവേഴ്സ് മൈഗ്രേഷൻ ആണ് നമ്മൾ ഫേസ് ചെയ്തത്. ദാറ്റ് മീൻസ് അർബൻ ഏരിയയിൽ നിന്ന് റൂറൽ ഏരിയയിലോട്ട്. അപ്പോൾ റൂറൽ ഏരിയയിലോട്ട് വന്നിട്ട് സ്ത്രീകൾ കൂടുതലായിട്ടും അഗ്രികൾച്ചർ മേഖലയിലോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവേഴ്സ് മൈഗ്രേഷൻ ലീഡ്സ് ടു ദ ഫെമിനൈസേഷൻ ഓഫ് ദ അഗ്രികൾച്ചർ. അപ്പോൾ അത് നോക്കുമ്പോൾ എന്താണ്, ഓക്കെ, ഒരുപാട് സ്ത്രീകൾ അഗ്രികൾച്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീകൾ ഒരുപാടുണ്ട്. പക്ഷേ ദേ ആർ ലോ പെയ്ഡ് അല്ലെങ്കിൽ അൺപെയ്ഡ് ആയിട്ടുള്ള ഫാമിലി ലേബറിലാണ് ഇൻവോൾവ് ആവുന്നത്. ആക്ച്വലി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആ വീട്ടിൽ അഗ്രികൾച്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് പോകുന്നുണ്ടാവും. ദെൻ പ്രോബ്ലം വിത്ത് ഇന്ത്യാസ് ഗ്രോത്ത് മോഡൽ. ഇന്ത്യയുടെ ഗ്രോത്ത് മോഡലിലെ പ്രധാനപ്പെട്ട ചലഞ്ചസ് നോക്കാം. ഫസ്റ്റ് തിങ്, ഇന്ത്യയുടെ ഗ്രോത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സിലാണ്. ഒരുപാട് ക്യാപിറ്റൽ വേണം, ലൈക്ക് IT, ഫൈനാൻസ്, ഓർഗനൈസ്ഡ് മാനുഫാക്ചറിങ്. അല്ലാതെ ലേബർ ഇൻറ്റൻസീവ് സെക്ടേഴ്സിലല്ല ഫോക്കസ് ചെയ്യുന്നത്. ലേബർ ഇൻറ്റൻസീവ് സെക്ടേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോലിക്കാർ വേണ്ട സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് അത്തരം മേഖല പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് സ്ത്രീകൾക്ക് ഒരുപാട് ജോലി കിട്ടും. അപ്പോൾ ലൈക്ക് ടെക്സ്റ്റൈൽസ്, ഗാർമെൻറ്റ്സ്, ഫുഡ് പ്രോസസ്സിങ്, സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ്, ഇതിൻ്റെ ഗ്രോത്ത് കുറവാണ് ഇന്ത്യയിൽ. ഓക്കെ, ഈ മേഖലയിലാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇൻക്രീസ് ദ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സിലാണ്. സോ ദീസ് സെക്ടേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ആർ എംപ്ലോയ് മോർ വുമൺ. ദെൻ റീജിയണൽ ഡിവൈഡ് നോക്കാം. കമ്പാരിറ്റീവ്ലി തമിഴ്നാട് ഈസ് എ സക്സസ്ഫുൾ എക്സാമ്പിൾ ആണ്. മോർ ദാൻ 40% ഓഫ് ഇന്ത്യൻ വുമൺ ഫാക്ടറി വർക്കേഴ്സ് അവിടെയാണ്. ഓക്കെ, തമിഴ്നാട്ടിലാണ്. ബിക്കോസ് ദേ ഹാഡ് എ സ്ട്രോങ് ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ് ഇൻഡസ്ട്രി. ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആണ്. ദെൻ ഹയർ ഫീമെയിൽ ലിറ്ററസി, ഓട്ടോമൊബൈൽ സെക്ടർ, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്, ഈ മേഖലയിലൊക്കെ ഇന്ത്യ മീൻസ് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്പാരിറ്റീവ് ടു ദ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ. നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ആക്ച്വലി തമിഴ്നാട്ടിൽ നിന്നിട്ട്
ഇൻസ്പയർ ആകണം എന്ന് പറയുന്നത്. കാരണം നോർത്തേൺ സ്റ്റേറ്റ്സ് ദ നീഡ് ടു ഇൻവെസ്റ്റ് ഇൻ പബ്ലിക് എഡ്യൂക്കേഷൻ, വുമൺ ഹെൽത്ത്, സ്കിൽ ഡെവലപ്മെന്റ്, സേഫ് ട്രാൻസ്പോർട്ട്, ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ്. നമ്മുടെ കേരളത്തിലെ ഇന്ത്യയുടെ താഴ്ഭാഗം, അതായത് സദേൺ രാജ്യങ്ങൾ കുറച്ചും കൂടി, സദേൺ സംസ്ഥാനങ്ങൾ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ സേഫ്റ്റി, വുമൺ സേഫ്റ്റിയിൽ കുറച്ച് ഇമ്പ്രൂവ് ആണ്. അപ്പോൾ അവർക്ക് ജോലിക്ക് പോയി വരാനൊക്കെ കമ്പാരിറ്റീവ്ലി ഭയങ്കര ഒരു സേഫ്റ്റി അവർക്ക് ഫീൽ ചെയ്യും. സോ കമ്പാരിറ്റീവ് ടു നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യയിൽ കുറച്ചും കൂടി സേഫ്റ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ആയിട്ട് കൂടാൻ അതൊരു കാരണം ആണ്. ദെൻ ഇഷ്യൂസ് ഓഫ് എഡ്യൂക്കേറ്റഡ് വുമൺ. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗ്രാജുവേറ്റഡ് ആണെന്നുണ്ടെങ്കിലും ഇവർക്ക് ജോലിയില്ല സ്ത്രീകൾക്ക്. ഓക്കെ, വുമൺ എന്താ പറയുക, വർക്ക് ഇപ്പോൾ ഗ്രാജുവേഷൻ നടക്കുന്നു. പക്ഷെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവരിന്ന് ഈ എഡ്യൂക്കേഷനിൽ നിന്നിട്ട്, കോളേജിൽ നിന്ന് ഇൻഡസ്ട്രി ലിങ്കുകൾ വളരെ കുറവാണ്. ഇവരുടെ സ്കില്ല് എന്താണോ ആ സ്കില്ലിനനുസരിച്ചിട്ടായിരിക്കില്ല മേ ബി ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ വി നീഡ് ടു ആക്ച്വലി റീസ്കിൽ അവർ പോപ്പുലേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ചലഞ്ചസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് റീഡ് ദാറ്റ്. ഞാനിത് ഓൾറെഡി പറഞ്ഞേക്കുന്ന കേസ് തന്നെയാണ്. ദെൻ വാട്ട് ഇസ് എ വേ ഫോർവേഡ്? നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ദ ഫസ്റ്റ് തിങ്, പ്രൊമോട്ട് ലേബർ ഇൻറ്റൻസീവ് മാനുഫാക്ചറിങ്. ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് ജോലി ലഭിക്കും. ഇംപ്രൂവ് ദ വുമൺസ് വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. അതിന് വേണ്ടിയിട്ട് അവർക്ക് സേഫ് ട്രാൻസ്പോർട്ട് ഉറപ്പുവരുത്തണം. ഇപ്പോൾ സ്ത്രീകൾക്ക് രാത്രിയൊക്കെ പോകാനായിട്ട് ഇപ്പോൾ ഐ തിങ്ക് റീസെൻ്റ്ലി അല്ലെങ്കിൽ ഇന്നലെ കേരള ഗവൺമെൻറ് പിങ്ക് ബസ്സുകൾ ഇറക്കുന്നുണ്ട് സ്ത്രീകൾക്കായിട്ട്. ഇത് രാത്രി ഇപ്പോൾ ടെക്നോ പാർക്കിൽ നിന്നൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് സേഫ് ഇവിടെ തമ്പാനൂർ വന്ന് പോകാനൊക്കെ, റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ വരാനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബസ്സുകളൊക്കെ ഇറക്കുന്നുണ്ട്. സോ നമുക്ക് സേഫ് ട്രാൻസ്പോർട്ട് ഉറപ്പുവരുത്തണമെങ്കിൽ അവർക്ക് രാത്രി ആണെങ്കിലും സുരക്ഷിതമായിട്ട് ജോലിക്ക് പോയി വരാം. വുമൺ വർക്കിംഗ് ഹോസ്റ്റൽസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് എവിടെയും അൺസേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ താമസിക്കേണ്ടി വരില്ല. ദൂരെ പോയിട്ടാണെങ്കിലും ജോലി ചെയ്ത് വരാം. അവിടെ ഹോസ്റ്റലൊക്കെ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ. ദെൻ ചൈൽഡ് കെയർ ഫെസിലിറ്റീസ്, അമ്മമാരാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ നോക്കാനുള്ളൊരു ഫെസിലിറ്റീസ് ഉറപ്പുവരുത്തി അമ്മമാർക്ക് ജോലിക്ക് പോകാൻ പറ്റും. ദെൻ ഫ്ലെക്സിബിൾ വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്ത്രീകൾക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ലീവ് കൊടുക്കുക, പിന്നെ മെറ്റേണിറ്റി ലീവൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഫ്ലെക്സിബിൾ വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ, വുമൺ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സ്കിൽ ഡെവലപ്മെന്റ്, ഇതൊക്കെ കൂട്ടാം. വുമൺ ഹെൽത്ത് ഒക്കെ പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 50% ഓഫ് വുമൺ ആർ അനീമിക്. ആക്ച്വലി അനീമിയ ഫേസ് ചെയ്യുന്നുണ്ട്. ദെൻ എൻകറേജ് ജെൻഡർ ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതായത് ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, റെഡ്യൂസ് സോഷ്യൽ ബാരിയേഴ്സ്. നമുക്ക് പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ മാറ്റുക. അങ്ങനെ ആകുമ്പോൾ വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കൂടും. സോ ഇപ്പോൾ ആർട്ടിക്കിൾ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 10% ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സ്ത്രീകളുടെ കൂടിയാൽ മതി, 2% നമ്മുടെ എന്തുണ്ടാവും, GDP കൂടും. ഓക്കെ, ദെൻ ദ സെക്കൻഡ് ന്യൂസ്, ദ റീസെന്റ് കോൺഫ്ലിക്റ്റ് ഇൻ വെസ്റ്റ് ഏഷ്യ ഹാവ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഇന്ത്യൻ seafarers working in commercial vessels. So many of the Indian seafarers have been killed, injured, detained, stranded due to the attacks on ships. The issue highlights gaps in India's system for protecting the maritime workforce. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ ന്യൂസിൻ്റെ, അതായത് വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് ഒക്കെ നടക്കുന്നുണ്ട് ഇറാനും US തമ്മിൽ. സോ ആ ഒരു ഇഷ്യൂ കാരണം ഒരുപാട്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു മേഖലയിലാണെങ്കിൽ യുക്രൈൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിലാണെങ്കിൽ അവിടെ ഒരു 4ഓളം ഇന്ത്യൻ സീഫറേഴ്സ് ഒക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്ത്യയിൽ വൺ ഓഫ് ദ എന്താ പറയുക ലാർജസ്റ്റ് നാഷൻ കോൺട്രിബ്യൂട്ടിങ് ദ സീഫറേഴ്സ് ഈസ് ഇന്ത്യ. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ സീഫറേഴ്സിൻ്റെ സെക്യൂരിറ്റി നമുക്ക് ഉറപ്പുവരുത്തണം. അറൗണ്ട് ഇന്ത്യ ഹാസ് 3.2 lakh സീഫറേഴ്സ്. ഓക്കെ, അത് വൺ ഓഫ് ദ ലാർജസ്റ്റ് സപ്ലയേഴ്സ് ഓഫ് സീഫെയർ ആണ് ഇന്ത്യയിൽ തന്നെ. ലോകത്തിൽ 2ാം സ്ഥാനത്താണ് ഫിലിപ്പീൻസ് കഴിഞ്ഞ ഇന്ത്യ. ഓക്കെ, ദെൻ വൈ ദ സീഫറേഴ്സ് ആർ വൾണറബിൾ? എന്തുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ നേരിടുന്നത്? ഫസ്റ്റ് ഇൻ ദ കോംപ്ലക്സ് നേച്ചർ ഓഫ് മാരിടൈം എംപ്ലോയ്മെൻറ്റ്. അതായത് ഒരു വ്യക്തി ഇപ്പോൾ ഒരു കപ്പലിൽ ജോലി കയറാമെന്ന് വിചാരിക്കാം. റിക്രൂട്ട്മെൻറ്റ് ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നായിരിക്കാം. ആ എംപ്ലോയർ, ആ ജോലി തന്നേക്കുന്ന ആൾ പക്ഷേ മറ്റൊരു രാജ്യത്തെ ഒരാളായിരിക്കാം. ഇനി ആ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഷിപ്പ് വേറെ രാജ്യത്തിൻ്റെ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കാർഗോ ബിലോങ് ടു അനദർ നേഷൻ, ആ ഷിപ്പ് കൊണ്ടുപോകുന്ന കാർഗോ വേറെ രാജ്യത്തിൻ്റെ ആയിരിക്കാം.
സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ഇന്ത്യൻ സീഫെയർ ഭയങ്കര കോംപ്ലക്സ് നേച്ചർ അവരുടെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എംപ്ലോയ്മെന്റ് തന്നെ ഇപ്പോൾ പല രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ there is no single authority has complete responsibility. ഇപ്പോൾ ഒരു ഇന്ത്യൻ സീഫറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും നമുക്ക് ചുമത്താൻ പറ്റും. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഷിപ്പ് വേറെ രാജ്യത്തിൻ്റെയാണ്, അല്ല ഓണർ വേറെ രാജ്യത്തിൻ്റെയാണ്, കാർഗ് വേറെ രാജ്യത്തിൻ്റെയാണ്. ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്തിനും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏത് രാജ്യത്തിൻ്റെ തലയിലാണ് നമ്മൾ ഇടാൻ പറ്റുക? ആരാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. ഓക്കെ, പിന്നെ പല സമയത്തും അവരുടെ വർക്കേഴ്സിൻ്റെ ഫാമിലിക്ക് അറിയില്ല ഇതിപ്പോൾ ആരാണ് എൻ്റെ മകനെ അല്ലെങ്കിൽ ജോലി കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരാണ് എൻ്റെ മകനെ എംപ്ലോയ് ചെയ്തേക്കുന്നത്, ഓക്കെ, ഏത് രാജ്യത്താണ് വർക്ക് ചെയ്യുന്നത്, ഏത് രാജ്യത്തിൻ്റെ ഷിപ്പാണ്, ഇതൊന്നും ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഫാമിലിക്ക് പോലും അറിയാൻ പറ്റുന്നില്ല. ദെൻ മേജർ ത്രെറ്റ് ഫേസ്ഡ് ബൈ ദ ഇന്ത്യൻ സീഫേഴ്സ് നോക്കുകയാണെങ്കിൽ കോൺഫ്ലിക്ട് റിലേറ്റഡ് ഇഷ്യൂസ്. നമുക്കറിയാം വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് എല്ലാം നടക്കുമ്പോൾ എന്താണ് മിസൈൽ അറ്റാക്സ്, നേവൽ കോൺഫ്ലിക്ട്സ്, മൈനിങ് ഇൻ കോൺഫ്ലിക്ട്സ് പ്രധാനമായിട്ടും വെസ്റ്റ് ഏഷ്യ, ബ്ലാക്ക് സീ, റെഡ് സീ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. പിന്നെ മറ്റ് മീൻസ് ത്രെട്ട് ഫേസ് ആണെങ്കിൽ പൈറസി, കടൽ കൊള്ള, ഓക്കെ, ഹോസ്റ്റേജ് ടേക്കിംഗ്. ചിലപ്പോൾ ഇന്ത്യനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ശത്രു രാജ്യം ഇവരെ തടങ്കിലാക്കി വയ്ക്കും. അപ്പോൾ ഇവരെ തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ കുറേ ഡിമാൻഡ് ചെയ്യും, നമ്മൾ ഇത്രയും സീഫറേഴ്സിനെ നമ്മൾ തിരിച്ചു തരാം, പക്ഷേ നിങ്ങൾ ഇന്ത്യ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ചെയ്യാം. അതുപോലെ ഹോസ്റ്റേജ് ആയിട്ട് പിടിച്ചു വെക്കാറുണ്ട്. അബാൻമെന്റ് ബൈ ഷിപ്പ് ഓണേഴ്സ് അബാൻഡ് ജോലി ഇല്ല എന്നൊക്കെ പറയും. ദെൻ നോൺ പേയ്മെന്റ് ഓഫ് വേജസ്, അവരുടെ ശമ്പളം പ്രോപ്പറായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള അവർ നേരിടുന്ന ത്രെട്ട്. ദ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എന്താണെന്ന് നോക്കാം. ദ സീഫറേഴ്സ് ഫസ്റ്റ്. ഓക്കെ, സീഫറേഴ്സ് ഫസ്റ്റ് റെസ്പോൺസ് എന്നായിരുന്നു. അതായത് വെസ്റ്റ് ഏഷ്യ ക്രൈസിസിന് ശേഷം ഇന്ത്യ അനൗൺസ് ചെയ്തിരിക്കുന്ന കുറച്ച് മെഷേഴ്സ് ഉണ്ട്. അതായത് ഇന്ത്യൻ സീഫേഴ്സിന് ഹൈ റിസ്ക് സോണിലാണ് അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹൈ റിസ്ക് ഉള്ള റീജിയനിലാണെങ്കിൽ അവരെ ട്രാക്ക് ചെയ്യണം. പിന്നെ ഇന്ത്യ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷിപ്പുകളെ മോണിറ്റർ ചെയ്യാനും അവർ നേരിടുന്ന ത്രെട്ടുകൾ മോണിറ്റർ ചെയ്യാനും, അതുപോലെ തന്നെ അവരുടെ ക്രൂ വെൽഫെയറിന് വേണ്ടിയിട്ടും. ഇതുപോലെ ഏത് ഷിപ്പ് എവിടെയാണ്, അതിപ്പോൾ ആരൊക്കെ ജോലി ചെയ്യുന്നത്, ഇതൊക്കെ ഒരു മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിയാസൺ ഓഫീസേഴ്സ് എന്ന് പറയും. അതായത് പല ആൾക്കാർക്ക് ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പം ഒരു വീട്ടിലെ ഒരാൾ ഷിപ്പിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക, പക്ഷെ അവിടെ കുറച്ച് ത്രെട്ട് നേരിടുന്നു, വെസ്റ്റ് ഏഷ്യ കുറച്ച് ബോംബിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ വീട്ടിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആരും ഉണ്ടാവാറില്ല. ഇവരെവിടെയാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ. സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ഓഫീസേഴ്സിനെ ഇൻ്റഗ്രേറ്റ് ഉണ്ടായിരുന്നു, ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് കറണ്ട് സിസ്റ്റം, എങ്കിലും കുറേ ലിമിറ്റേഷൻസ്. വാട്ട്? lack of continuous responsibility. The Indian missions often become aware of the problems only after the seizure, accident, abandonment. അതായത് നമ്മളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ആക്ച്വലി ഓക്കെ ഇവർ ഇത്രത്തോളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ ടെക്നോളജി ലിമിറ്റേഷൻ. നമ്മൾ ഷിപ്പിനെ ട്രാക്ക് ചെയ്യും, പക്ഷെ അവിടുത്തെ ക്രൂവിൻ്റെ വെൽഫെയർ ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, അവിടുത്തെ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിന് പ്രശ്നം നേരിടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മുടെ ടെക്നോളജി വളരെ കുറവാണ്. ദെൻ അതുകൊണ്ട് തന്നെ അവിടുത്തെ സേഫ്റ്റിയും ലീഗൽ അസിസ്റ്റൻസ് വേണോ, അവിടെ ഡിറ്റൈൻഡ് വർക്കേഴ്സിനെ നമ്മൾ മീൻസ് തടങ്കിലാക്കിയിരിക്കുന്ന ആൾക്കാരെ നമ്മൾ പിരിച്ചുവിടാനുള്ള ടെക്നോളജി, അല്ലാന്നുണ്ടെങ്കിൽ അത് അത്ര ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനുള്ള ടെക്നോളജീസ് ഒക്കെ നമുക്ക് വളരെ കുറവാണ്. ദെൻ ഇന്റർനാഷണൽ ഫ്രെയിം വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരിടൈം ലേബർ കൺവെൻഷൻ ഉണ്ട്. നമുക്കൊരു കൺവെൻഷൻ 2006 അഡോപ്റ്റഡ് ബൈ ദ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഫോർ വാട്ട്? ടു എൻഷുവറിംഗ് അല്ലെങ്കിൽ ദി പ്രൊവൈഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ ദ സീഫറേഴ്സ് വെൽഫെയർ, എംപ്ലോയ്മെന്റ് കണ്ടീഷൻ, റീപാട്രിയേഷൻ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അതായത് സീഫറേഴ്സിന്റെ ഹെൽത്തും അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനും ഉറപ്പ് വരുത്താനായിട്ട് വി ഹാവ് എ കൺവെൻഷൻ കോൾഡ് ഇന്റർനാഷണൽ മാരിടൈം ലേബർ കൺവെൻഷൻ. ഓക്കെ, ദെൻ മറ്റു ഓർഗനൈസേഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉണ്ട്, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനും ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് സീഫേഴ്സിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് ദ നീഡ് ഫോർ റീഫോംസ്? ഫസ്റ്റ് തിങ്, സ്ട്രോങ് മാരിടൈം കൗൺസിലർ സിസ്റ്റം വേണം. അതായത് ഇന്ത്യ ഷുഡ് ക്രിയേറ്റ് ഡെഡിക്കേറ്റഡ് മാരിടൈം ഓഫീസേഴ്സ് ഇൻ ദ മേജർ പോർട്ട്. പ്രധാനപ്പെട്ട പോർട്ടുകളിലെല്ലാം ഒരു മാരിടൈം ഓഫീസർ നമുക്ക് വേണം. എമർജൻസി റെസ്പോൺസ് മെക്കാനിസം വേണം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സീഫേഴ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വി ഷുഡ് നീഡ് എമർജൻസി റെസ്പോൺസ് ടീം അല്ലെങ്കിൽ എമർജൻസി റെസ്പോൺസ് മെക്കാനിസം. പിന്നെ കോർഡിനേഷൻ വേണം നമുക്കൊരു, അതായത് ഇപ്പോൾ പോർട്ട് അതോറിറ്റി മാത്രം, ഇപ്പോൾ നേവി മാത്രം
ഉണ്ടായിട്ട് കാര്യമില്ല. നേവിയും പോർട്ട് അതോറിറ്റീസ് ഹോസ്പിറ്റൽസ് ഇവരൊക്കെ തമ്മിൽ ഒരു ബെറ്റർ കണക്ഷൻ അല്ലെങ്കിൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബെറ്റർ പ്രീ ഡിപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ, അതായത് ബിഫോർ സൈനിങ് ദ കോൺട്രാക്ട് സീഫേഴ്സ് ഷുഡ് നോ ആക്ച്വൽ ഷിപ്പ് ഓണർഷിപ്പ്, ആക്ച്വൽ ആ ഷിപ്പ് ആരുടെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ വെസൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ റൂട്ട് റിസ്കുകൾ, ഇൻഷുറൻസ് സ്റ്റാറ്റസ്, പ്രീവിയസ് അബാൻമെന്റ് റെക്കോർഡ്സ്. അതായത് ഒരാൾക്ക് ജോലിക്ക് കയറുങ്ങാട്ട് മുന്നേ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റണം. അവർ അത്യാവശ്യം നല്ല വർക്ക് തരുന്ന ആൾക്കാരാണോ, ഇവരിതുപോലെ മറ്റു ജോലിക്കാരുടെ ഇതിന് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ, ഇൻഷുറൻസ് ഉണ്ടോ, ഇതൊക്കെ അറിയണം. ഓക്കെ, അതിനുവേണ്ടി ഇന്ത്യ കുറച്ച് മെഷേഴ്സ് എടുത്തേ പറ്റും. ദെൻ പ്രൊട്ടക്ഷൻ ഇൻ ദ കോൺഫ്ലിക്ട് സോൺസ്, അതായത് സീഫറേഴ്സ് ഷുഡ് ഹാവ് ദ റൈറ്റ് ടു റിഫ്യൂസ് ദ ഡിപ്ലോയ്മെന്റ് ഇൻ ഹൈ റിസ്ക് ഏരിയാസ് ആൻഡ് റിട്ടേൺ ഹോം വിത്തൗട്ട് പണിഷ്മെന്റ്. അതായത് ഇതുപോലെ വെസ്റ്റ് ഏഷ്യ ക്രൈസിലൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്നവർക്ക്. ഓക്കെ, അല്ലാണ്ട് അവരെ പണിഷ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ചില സമയത്ത് ജോലിയിൽ നിന്ന് പിരിച്ചിടുന്ന് വെച്ചിട്ട് പറയാണ്ടിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവും. ഹൈ റിസ്ക് സോൺ ആണോ അതിനുള്ള അധികാരം അവർക്ക് വേണം, ഉള്ള അവകാശം അവർക്കുണ്ട്. ഇന്റർനാഷണൽ കോർപ്പറേഷൻസ് ആണ് ഇന്ത്യ മറ്റു രാജ്യങ്ങളായിട്ട് കോർപ്പറേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു സീഫേഴ്സിന്റെ പോളിസീസ് ഒക്കെ ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദെൻ ചലഞ്ചസ് ഇത്രത്തോളം ഉണ്ടെന്നുണ്ടെങ്കിലും വാട്ട് ഇസ് ദ ചലഞ്ചസ്? ഞാൻ പറഞ്ഞു ഫസ്റ്റ് തിങ് പറഞ്ഞില്ലേ, അതായത് നമുക്കൊരു സിംഗിൾ അതോറിറ്റി ഇല്ല സീഫേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വി ഹാവ് എ ഫ്രാഗ്മെന്റഡ് ഇന്റർനാഷണൽ റെസ്പോൺസിബിലിറ്റി. ഒരു ഫ്രാഗ്മെന്റഡ് ഇന്റർനാഷണൽ റെസ്പോൺസിബിലിറ്റി, ഒരാളും ഈ പറഞ്ഞ പോലെ സിംഗിൾ അതോറിറ്റി ഒന്നും നമുക്കില്ല. ദ മൾട്ടിപ്പിൾ ജൂറിസ്ഡിക്ഷൻ ആസ് ഇൻവോൾവ്, പല രാജ്യങ്ങളായിരിക്കും ഒരു ഷിപ്പിന്റെ കേസിലെല്ലാം ഇൻവോൾവ് ആകുന്നത്. ദെൻ വീക്ക് എൻഫോഴ്സ്മെന്റ് ബൈ ദ ഫ്ലാഗ് സ്റ്റേറ്റ്. ഫ്ലാഗ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കൺട്രി വെർ ദ ഷിപ്പ് ഈസ് രജിസ്റ്റേർഡ് ആൻഡ് ഹൂസ് ലോസ് അപ്ലൈ ടു ദാറ്റ് വെസൽസ്. അതായത് ഫ്ലാഗ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്താണോ ആ ഷിപ്പ് എന്താ പറഞ്ഞേക്കുന്നത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ അവരുടെ എൻഫോഴ്സ്മെന്റ് പോളിസീസ് ഒക്കെ ഭയങ്കര മോശമായിരിക്കും, ഓരോ രാജ്യത്തിന് ഡിപ്പെൻഡൻസ് വെച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഇസ് എ വേ ഫോർവേഡ്? ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ വാട്ട് ഇസ് എ വേ ഫോർവേഡ്? ദ ഫസ്റ്റ് തിങ് വി നീഡ് എ പെർമനന്റ് മാരിടൈം ക്രൈസിസ് റെസ്പോൺസ് മെക്കാനിസം. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ റെസ്പോൺസ് ചെയ്യാൻ ഒരു പെർമനന്റ് ആയിട്ട് ഒരു മെക്കാനിസം വേണം. അപ്ഡേറ്റഡ് ഡാറ്റ ബേസ്ഡ് ഓൺ ഇന്ത്യൻ സീഫേഴ്സ്. ഇപ്പോഴും ഒരു ഡാറ്റ, നമുക്കൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പോളിസി മേക്കിങ്ങിന് നമുക്ക് ഡാറ്റ വേണം. ദെൻ ബയലാറ്ററൽ മാരിടൈം എഗ്രിമെന്റ്സ്, പല രാജ്യങ്ങളായിട്ട് ബയലാറ്ററൽ മാരിടൈം എഗ്രിമെന്റ് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ രാജ്യം ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരും. ദെൻ സ്ട്രിക്ട് റെഗുലേഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ഓഫ് ഏജൻസീസ്. ഈ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിലോട്ടൊന്നും പോകുന്നില്ല നമുക്ക് ഉറപ്പ് വരുത്തണം. ദെൻ ഇന്റർനാഷണൽ ലോ സ്ട്രിക്റ്റ് ആയിട്ട് അതർ ചെയ്യണമെന്ന് നമ്മൾ ഉറപ്പ് വരുത്താം. ഓക്കെ, ദെൻ ദ തേർഡ് ന്യൂസ്. ഈ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അപ്രൂവ്ഡ് ക്യൂഡെങ്ക, മേക്കിംഗ് ഇറ്റ് ദ ഫസ്റ്റ് ഡെങ്കു വാക്സിൻ അപ്രൂവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഡെങ്കു വാക്സിൻ ആണ് ക്യൂഡെങ്ക എന്ന് പറയുന്നത്. സോ ഇതിപ്പോൾ നിലവിൽ തന്നെ 40ഓളം രാജ്യങ്ങളിൽ ഇത് ഓൾറെഡി അപ്രൂവ് ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡെങ്കു എന്താണെന്ന് നോക്കാം. ഡെങ്കുവിനെതിരെ വന്നിരിക്കുന്ന ഒരു വാക്സിൻ ആണെന്ന് മറ്റേത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെങ്കു ഇസ് എ വൈറൽ ഡിസീസ്. ഓക്കെ, ഡെങ്കു വൈറസ്. ഓക്കെ, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മെയിനായിട്ടും ഈ ഏഡിസ് മൊസ്കിറ്റോസ് ആണ്. ഓക്കെ, ഫീമെയിൽ മൊസ്കിറ്റോസ് ആയിരിക്കും കേട്ടോ. ഏഡിസ് ഈജിപ്തി എന്നൊക്കെ പറയില്ലേ, അവരുടെ ഫീമെയിൽ മൊസ്കിറ്റോസ് ആണ് മെയിനായിട്ടും ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് വൈറസ് ഹാസ് 4 സീറോടൈപ്സ്. സീറോടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൈറസിൻ്റെ ഒരു 4 ടൈപ്പ് ഉണ്ട്, മീൻസ് 4 തരത്തിലുണ്ട്. അതിനാണ് DENV 1, 2, 3, 4 എന്ന് പറയുന്നത്. ഒരു പ്രശ്നമുണ്ട്, അതായത് എന്തുകൊണ്ട് ഇത് പറയുമ്പോൾ പറയാം. വൈ ഈസ് ദ ഡെങ്കു വാക്സിനേഷൻ ഡിഫിക്കൽട്ട്? നമുക്ക് വാക്സിൻ എത്തി, അസുഖം ഇഷ്ടംപോലെ, ഈ ഡെങ്കു ഇന്ത്യയിൽ ഒരുപാടുണ്ട്, വാക്സിൻ എത്തിയിട്ടുണ്ട്, പക്ഷെ വാക്സിനേഷൻ ഈസ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഓഫ് സം റീസൺസ്. ഫസ്റ്റ് തിങ് ഇസ് ദ ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് എൻഹാൻസ്മെൻറ്റ്. ഇതെന്താ നോക്കാം. ദ സെക്കൻഡ് ഇൻഫെക്ഷൻ വിത്ത് എ ഡിഫറെൻറ്റ് ഡെങ്കു സീറോടൈപ്പ് ക്യാൻ കോസ് more severe disease. Therefore, a successful vaccine must provide protection against all serotypes simultaneously. അതായത് ഇപ്പോൾ ഡെങ്കു എനിക്ക് ബാധിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ബാധിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ എനിക്ക് വന്നിരുന്നത് ഒരു DENV1 എന്ന് പറഞ്ഞ ഒരു സെറോടൈപ്പ് ആയിരുന്നു എന്നെ ബാധിച്ചെന്ന് വിചാരിക്കാം. അത് മാറിയതിന് ശേഷം അഗെയിൻ ഞങ്ങൾക്ക് വേറെ സീറോടൈപ്പ് ലൈക്ക് DENV2 എന്നെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി സിവിയർ. എനിക്ക് ഭയങ്കര പ്രശ്നം വരും. അപ്പോൾ പല സീറോടൈപ്സിനെതിരെ ഈ വാക്സിൻ പല രീതിയിൽ പ്രതികരിക്കാൻ നിൽക്കരുത്.
ഏത് സെറോടൈപ്സ് നമ്മളെ ബാധിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരേ രീതിയിൽ അത് തടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാക്സിനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, പണ്ട് നമുക്കൊരു വാക്സിൻ ഉണ്ടായിരുന്നു, ഡെങ് വാക്സിയ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരുപാട് കോൺട്രവേഴ്സി നേരിട്ടിട്ട് നമ്മൾ പിന്നെ നിർത്തിയതായിരുന്നു. ഓക്കെ, ദെൻ ഡെങ്കു വാക്സിൻ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഡെങ്കു വാക്സിനെ കുറിച്ചാണെങ്കിൽ ഡെവലപ്പ് ചെയ്തേക്കുന്നത് ടാക്കേഡ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ജപ്പാനിൽ. ഓക്കെ, ജപ്പാൻ. ദെൻ ഇത് 4 ഈ സെറോടൈപ്സിനെതിരെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ആൻഡ് ഡസ് നോട്ട് റിക്വയർ, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് ഡസ് നോട്ട് റിക്വയർ പ്രയർ ഡെങ്കു ഇൻഫെക്ഷൻ സ്ക്രീനിങ് ബിഫോർ ദ അഡ്മിനിസ്ട്രേഷൻ. അതായത് പല വാക്സിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ മുന്നേ ഡെങ്കി വന്ന ആൾക്കാർക്ക് ഈ വാക്സിൻ കൊടുക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, മുന്നേ ഡെങ്കു വന്ന ആൾക്കാരാകട്ടെ, ഡെങ്കിപ്പനി വന്ന ആൾക്കാരാകട്ടെ, വരാത്ത ആൾക്കാരാകട്ടെ, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ദിസ് വാക്സിൻ ഇൻക്ലൂഡ് 2 doses. വാക്സിന് 2 വാക്സിനാണ്, മീൻസ് 2 ഡോസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് ഡോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 3 മാസം കഴിയുമ്പോൾ സെക്കൻഡ് ഡോസും പ്രൊവൈഡ് ചെയ്യണം. ദെൻ കൺസേൺസ് റിഗാർഡിങ് ദിസ് വാക്സിൻ. ഈ ക്യൂഡെങ്ക എന്ന് പറയുന്ന വാക്സിനെതിരെയുള്ള ചലഞ്ചസ് ആണെങ്കിൽ ഫസ്റ്റ് തിങ് അൺഈക്വൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സെറോടൈപ്സ്. അതായത് 4 സെറോടൈപ്സ് ഉണ്ടെന്ന് അറിയില്ലേ, അതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡിന് ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ തരും. അതായത് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ടൈപ്പ് സെറോടൈപ്പ് പെട്ടെന്ന് വരില്ല, നമ്മളെ ബാധിക്കില്ല. ഫസ്റ്റ് സെറോടൈപ്പ് കുഴപ്പമില്ല, പക്ഷേ 3ാമത്തെയും 4ാമത്തേനും അൺസർട്ടനിറ്റി റിമെയിൻസ് ഉണ്ട്. ഇവർക്ക് ഈ സെറോടൈപ്സിനെതിരെ ഈ വാക്സിൻ ആക്ച്വലി പ്രോപ്പർലി വർക്കിംഗ് ആണെന്നാണ്. പക്ഷേ ഇതിനെതിരെ ഡൗട്ട്, ഈ 2എണ്ണത്തിൻ്റെ ഇതിൽ DENV3 അതാണ് ഇന്ത്യയിൽ കൂടുതലുള്ളത്. ഓക്കെ, ഇന്ത്യക്കാർ കൂടുതലും ബാധിക്കുന്നത് ഈ ഒരു സെറോടൈപ്പാണ്. ഓക്കെ, അപ്പോൾ വാക്സിൻ്റെ എഫിഷ്യൻസി ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ടൈമിംഗ് ഓഫ് ഇമ്മ്യൂണിറ്റി. ഫസ്റ്റ് ഡോസ് മേ നോട്ട് പ്രൊവൈഡ് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഇമ്മീഡിയറ്റ്ലി. ഫുൾ പ്രൊട്ടക്ഷൻ റിക്വയർസ് എ സെക്കൻഡ് ഡോസ് ആഫ്റ്റർ ദ 3 months. അപ്പോൾ എനിക്കിപ്പോൾ വാക്സിൻ എടുത്തു എന്ന് വിചാരിക്കാം, 2ാമത്തെ ഡോസ് എപ്പോൾ കിട്ടാം, 3 മാസം കഴിഞ്ഞിട്ട്. പക്ഷേ അതിനിടയിൽ ഫസ്റ്റ് ഡോസ് എടുത്തു എന്ന് വെച്ചിട്ട് അസുഖം ബാധിക്കാതിരിക്കില്ല എന്നൊന്നുമില്ല, ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഡെങ്കു നെയ്വ് പേഴ്സൺ, someone who has never been infected with the dengue vaccine. ആളെയാണ് ഡെങ്കു നെയ്വ് പേഴ്സൺ എന്ന് പറയാം. ഇത് കൺസേൺ ഉണ്ട് ഇവരുടെ. Some trial data raised questions regarding the effectiveness against DENV3 hospitalization among the dengue നെയ്വ് student. അതായത് ഈ ഇതുവരെ ബാധിക്കാത്ത ആൾക്കാരില്ലേ, അവരെ ഈ 3rd സെറോടൈപ്പ് ബാധിക്കുമ്പോൾ ഭയങ്കര റിസ്ക് വരുന്നുണ്ട്. അതൊരു കൺസേൺ ആണ് ആക്ച്വലി. ദെൻ കോസ്റ്റ് ആൻഡ് ആക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാക്സിൻ എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കും, അർബൻ പൂവറിന് അവൈലബിൾ ആയിരിക്കും, സ്ലം പോപ്പുലേഷൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ആക്സസിബിലിറ്റി നമുക്ക് ഉറപ്പുവരുത്തേണ്ട ആവശ്യകതയുണ്ട്. ദെൻ വൈ ഡെങ്കു കേസസ് ആർ ഇൻക്രീസിങ്. ഇന്ത്യയിൽ ഡെങ്കു കേസസ് ഒരുപാടുണ്ട്. ഫസ്റ്റ് തിങ് ഇസ് ദ എക്സ്പാൻഷൻ ഓഫ് ഈഡിസ് മൊസ്കിറ്റോ. അതായത് ഒരുപാട് കൊതുക് പടരുന്നുണ്ട്. സോ ഒരു ഈഡിസ് ഈജിപ്തി എന്ന് പറഞ്ഞാൽ മസ്കിറ്റോസ് ആണ് ഇത് സ്പ്രെഡ് ആക്കുന്നത്. സോ അവരുടെ പോപ്പുലേഷൻ കൂടി കഴിഞ്ഞാൽ അസുഖം പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഡിഫിക്കൽട്ടീസ് ഇൻ വെക്ടർ കൺട്രോൾ. അതായത് നമുക്ക് പുവർ ഡ്രെയിനേജ്, വാട്ടർ അക്യുമുലേഷൻ, അർബനൈസേഷൻ, കാരണം ഈ കൊതുകുകൾ പെരുകാനായിട്ട് ഒരുപാട് സാഹചര്യമുണ്ട്. സോ ഡെങ്കിപ്പനി കൂടാൻ സാധ്യതയുണ്ട്. ദെൻ വെക്ടർ സർവൈലൻസിൻ്റെ പ്രശ്നം ഇന്ത്യയിലുണ്ട്. അതായത് ഡിസീസ് ഡിറ്റക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഇപ്പോൾ പല ആൾക്കാർക്കും ഡെങ്കു ആണെങ്കിൽ പിന്നീട് ഒരുപാട് ചിലപ്പോൾ മരിച്ചതിന് ശേഷമൊക്കെയായിരിക്കും ആൾക്ക് ഡെങ്കിപ്പനി വരുന്നത്. അതായത് ഡിറ്റൻഷൻ റേറ്റ് ചില സ്ഥലത്ത് കുറവാണ്. ദെൻ ചലഞ്ചസ് ഇൻ വാക്സിനേഷൻ റോൾ ഔട്ട്. അതായത് 2 ഡോസ് ഒന്നാമത് കംപ്ലീറ്റ് ചെയ്യുന്നു ആൾക്കാർ. അതായത് വാക്സിൻ കൊടുക്കുമ്പോഴുള്ള ചലഞ്ചസ് നോക്കുകയാണെങ്കിൽ ഈ 2 ഡോസ് ആൾക്കാർ എടുക്കും എന്നൊരു ഡൗട്ടാണ്. കാരണം മെനി പീപ്പിൾ ഹാസ് വാക്സിൻ ഹെസിറ്റൻസി എന്ന് പറയും. വാക്സിൻ എടുക്കാനായിട്ട് ഒരു ഹെസിസ്റ്റൻസി, താല്പര്യമായി ഇപ്പോഴും കാണാറുണ്ട്. ദെൻ റീച്ചിങ് മൈഗ്രൻ്റ് പോപ്പുലേഷൻ. ഈ വാക്സിൻ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ അത് മൈഗ്രൻ്റ് ആയിട്ടുള്ള അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് മൈഗ്രൻ്റ് പോപ്പുലേഷൻ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റണം. കാരണം അവർക്ക് കൂടി വരാണ്ടിരുന്നാലേ ഇത് സ്പ്രെഡ് ആവാണ്ടിരിക്കുള്ളൂ. ദെൻ ഇതിൻ്റെ അഫോർഡബിലിറ്റി, പൈസ. ദെൻ മോണിറ്ററിങ് ഡിഫറെൻറ്റ് ഡെങ്കു സെറോടൈപ്സ്. പല 4 ടൈപ്പില്ലേ, ആ 4 ടൈപ്പിനെയും പ്രത്യേകം മോണിറ്റർ ചെയ്യണം. സോ അവോയ്ഡിങ് റെഡ്യൂസ്ഡ് അറ്റൻഷൻ ടു മൊസ്കിറ്റോ കൺട്രോൾ. ഇപ്പോൾ പല സ്ഥലത്തും വാക്സിൻ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ മൊസ്കിറ്റോ ഇനി കൺട്രോൾ ചെയ്യേണ്ടതെന്നല്ല, കൊതുകിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ സ്പ്രെഡിങ് വേറെ നടക്കും. അപ്പോൾ ദാറ്റ് ഈസ് ചാലഞ്ച് ഇൻ ദ വാക്സിൻസ് റോൾ ഔട്ട് ചെയ്യുന്ന എല്ലാ ചലഞ്ചസ് ആയിരുന്നു. ദെൻ വാട്ട് ഈസ് ദ വേ ഫോർവേഡ്? ദ ഫസ്റ്റ് തിങ്, സ്ട്രെങ്തൻ ദ വാക്സിൻ സ്ട്രാറ്റജി. വാക്സിൻ കൊടുക്കുന്ന സ്ട്രാറ്റജി കൂട്ടുക. നമ്മൾ 2 ഡോസ് എടുക്കണമെന്ന് ഉറപ്പ് വരുത്തുക. വാക്സിൻ്റെ എഫക്റ്റീവ്നെസ് ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണം. ദെൻ സെക്കൻഡ് ഈസ് കണ്ടിന്യൂ വെക്ടർ കൺട്രോൾ. അതായത് കൊതുകിൻ്റെ
കൊതുകാണല്ലോ ഈ പറഞ്ഞ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ വെക്ടറിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ബെറ്റർ സാനിറ്റേഷൻ ഉറപ്പുവരുത്തുക, അതായത് വെള്ളം കെട്ടിക്കിടന്നിട്ട് ഇതുപോലെയുള്ള കൊതുകുകളൊന്നും പെറ്റുപെരുകാതിരിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉറപ്പുവരുത്തുക. സർവേലൻസ്, ഡെങ്കു വന്ന ആൾക്കാർക്ക് ഏത് സെറോടൈപ്പാണ് ആൾക്കാരെ ബാധിച്ചേക്കുന്നതെന്ന് പ്രത്യേകം തിരിച്ചറിയുക. ദെൻ അഫോർഡബിൾ ആക്സസ്, ഗവൺമെൻറ് ഉറപ്പുവരുത്തണം എല്ലാവർക്കും ഈ വാക്സിൻ എടുക്കാൻ പറ്റുന്നുണ്ടെന്ന്, അതിൻ്റെ പൈസ ചുരുക്കി കൊടുക്കണം. Then the last news, the United States announced new permanent tariff on imports from countries accused of insufficient actions against the forced labor in supply chains. India tariff impact was reduced because it had taken steps to ban the imports linked to forced labor. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ഇങ്ങനെ ഒരു ഇന്ത്യ US റിലേഷൻ പറയുമ്പോൾ ഒരു കാര്യം അത്രേ ഉള്ളൂ. അതായത് US ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. Earlier, the US imposed temporary 10% tariff for 150 days on all trading partners. The temporary tariff period ended. Then new permanent tariff was linked to US investigation into the forced labor practices. ശരിക്കും പറയാം, അതായത് ഫോഴ്സ്ഡ് ലേബർ ഏതൊക്കെ രാജ്യത്തുണ്ടോ ആ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളിൽ US ഗവൺമെൻറ് ഒരു 10% താരിഫ് 150 ദിവസത്തിന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു, കൊടുക്കുമെന്ന് പറഞ്ഞു, താരിഫ് ചുമത്തുമെന്ന് പറഞ്ഞു. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഫോഴ്സ്ഡ് ലേബർ കുറയ്ക്കാനായിട്ട് ആ രാജ്യങ്ങളിൽ. ഫോഴ്സ്ഡ് ലേബറുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇനി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് താരിഫ് കൊടുക്കേണ്ടി വരും. സോ 150 days ഒരു ട്രയൽ ഉണ്ടായിരുന്നു. ഇനി മുതൽ നിങ്ങൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ US നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ ലൈക്ക് ഇന്ത്യ ഫോഴ്സ്ഡ് ലേബർ കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അവർ നമ്മൾ ഇനി എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ചുമത്തുന്ന നികുതി കുറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് സിംപ്ലി ഒരു ന്യൂസ് പേപ്പർ. എന്താണ് ഫോഴ്സ്ഡ് ലേബർ? ജസ്റ്റ് വായിച്ചു നോക്കുക. ഫോഴ്സ്ഡ് ലേബർ എന്താ? നമ്മൾ ഓൾറെഡി പൊളിറ്റിയിലൊക്കെ പഠിക്കുന്നതാണ്. ഫോഴ്സ്ഡ് ലേബർ റിഫേഴ്സ് ടു ദ വർക്ക് പെർഫോംഡ് അഗെയിൻസ്റ്റ് എ പേഴ്സൺസ് ഫ്രീ വിൽ. എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്നും ഫോഴ്സ് ചെയ്തിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ വയ്ക്കുക, ദാറ്റ്സ് എ ഫോഴ്സ്ഡ് ലേബർ. ദെൻ അണ്ടർ ത്രെറ്റ് പണിഷ്മെന്റ്, എന്നെ ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് ശിക്ഷ തരുമെന്ന് വെച്ചിട്ട് എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ വിത്തൗട്ട് പ്രോപ്പർ കൺസെന്റ്, എൻ്റെ കൺസെന്റ് ഇല്ലാണ്ട് എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇതുപോലൊക്കെയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഫോഴ്സ്ഡ് ലേബർ. ഫോഴ്സ്ഡ് ലേബർ എക്സിസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നിട്ട് നമ്മൾ ഇനി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും, US ശ്രദ്ധിക്കുന്നതായിരിക്കും. സോ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഫോർ ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ, ഇന്ത്യ അവോയ്ഡഡ് ഹയർ താരിഫ് ഡ്യൂ ടു കംപ്ലയൻസ് മെഷേഴ്സ്. ഇന്ത്യ ഇത് കണ്ടപ്പോഴേക്കും ഇന്ത്യയിൽ ഫോഴ്സ്ഡ് ലേബേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ത്യക്ക് ഇതധികം ബാധിച്ചിട്ടില്ല. സോ സ്ട്രെങ്തൻ ഇന്ത്യാസ് ഇമേജ് ആസ് എ റെസ്പോൺസിബിൾ ട്രേഡിംഗ് പാർട്ണർ. ദെൻ എൻകറേജസ് എത്തിക്കൽ സപ്ലൈ ചെയിൻ, അതായത് ഇന്ത്യയിൽ എത്തിക്കൽ ആയിട്ടുള്ള രീതിയിൽ സപ്ലൈ ചെയിൻ നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് എ വേ ഫോർവേഡ്? ദെൻ ചെറിയ ന്യൂസ്, അത് മെയിൻസ് ലെവലിൽ നമുക്ക് എന്താ പറയുക അത്രത്തോളം അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല. ചെറിയൊരു ന്യൂസ് ആയിരുന്നു, പക്ഷേ ഇന്ത്യ US റിലേഷനിൽ നമ്മൾ ഓർത്ത് വെക്കണം. ദെൻ സ്ട്രെങ്തൻ ദ ലേബർ സ്റ്റാൻഡേർഡ്സ്. ഇന്ത്യ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇംപ്രൂവ് വർക്ക് ഫോഴ്സ് കണ്ടീഷൻസ്, ഇനി ഇംപ്രൂവ് ചെയ്യുക വർക്ക് ഫോഴ്സ് കണ്ടീഷൻസ്. അതുപോലെ തന്നെ എൻഷുവർ കംപ്ലയൻസ് വിത്ത് ദ ഇന്റർനാഷണൽ ലേബർ നോംസ്. ഇന്റർനാഷണൽ ലേബർ നോംസിനായിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള താരിഫുകളൊക്കെ ചുമത്തി നമുക്ക് കുറയും. ദെൻ സപ്പോർട്ട് ദ MSME എക്സ്പോർട്ടേഴ്സ്, US ഡിപ്ലോമസി. ഇതൊക്കെ ഒരു വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് അത്രയും വലിയ മീൻസ് പെർസ്പെക്റ്റീവിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ന്യൂസ് അല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. Then I am giving a mains answer writing question. You can answer this question and you can send it to this mail. അങ്ങനെയാണെങ്കിൽ വാല്യൂ ചെയ്ത് തിരിച്ചയക്കുന്നതായിരിക്കും അയച്ച മെയിൽ ID. Thank you.